പ്രോപ്പർട്ടീസിൽ തേർഡ് വൺ അയോണൈസേഷൻ എൻതാൽപ്പി കേട്ടോ. അയോണൈസേഷൻ എൻതാൽപ്പി, അയോണൈസേഷൻ എൻതാൽപ്പി. അതിൻ്റെ വേറൊരു പേരാണ് അയോണൈസേഷൻ എനർജി എന്ന് പറയും കേട്ടോ. അയോണൈസേഷൻ എനർജി അത് നമ്മൾ ഡിനോട്ട് ചെയ്യുക ഡെൽറ്റ ഐ എച്ച് എന്നാണ് ഡിനോട്ട് ചെയ്യുക കേട്ടോ. ഡെൽറ്റ ഐ എച്ച് എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഐ എന്ന് പറഞ്ഞാൽ അയോണൈസേഷൻ, എച്ച് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി, എച്ച് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി. അപ്പോൾ എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അയോണൈസേഷൻ എനർജി എന്താ എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അയോണീകരണ ഊർജം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകൾ 10th ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ. അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ ലിഥിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 3 ആണ് അല്ലേ. ലിഥിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 3. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ ഇങ്ങനെ എഴുതാം 1s2 2s1 1s2 2s1. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരിക. ശ്രദ്ധിക്കുക, ഒരു ന്യൂക്ലിയസ്, ഇത് ഒന്നാമത്തെ ഷെല്ല്, ഇത് രണ്ടാമത്തെ ഷെല്ല്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണുള്ളത്. രണ്ടാമത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ, ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കട്ടോ, ഏറ്റവും ബാലൻസ് ഷെല്ലുള്ള, ഏറ്റവും പുറത്തുള്ള ഷെല്ല്, ഔട്ടർമോസ്റ്റ് ഷെൽ എന്നാണ് അതിന് പറയുക. ആ ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ പുറത്താക്കി കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അത് സ്റ്റേബിളായിട്ട് മാറും, സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ട് മാറും. 1s2 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റിലാണ്, നമുക്കറിയാം അല്ലേ. ഇത് ഹാഫ് ഫിൽഡ് ആണല്ലേ, ഒരു ഇലക്ട്രോൺ മാത്രമേ നിറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു ഇലക്ട്രോൺ ഇവിടുന്ന് പുറത്താക്കി, ഈ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്താക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലിഥിയം പ്ലസ് അയോൺസ് ആയിട്ട് മാറും അല്ലേ, അത് സ്റ്റേബിൾ ആയിട്ട് മാറും. അപ്പോൾ ബാഹിതം ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണെ പുറത്താക്കാൻ ആവശ്യമായ എനർജിക്ക് പറയുന്ന പേരാണ് അയോണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ദി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിലീസ് ദി മോസ്റ്റ് ലൂസ്ലി ബോണ്ടഡ് ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം. അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോൺസിനെ അതിൻ്റെ ന്യൂക്ലിയസ്, നമുക്കറിയാം ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലാണെങ്കിലും ആ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിൽ എപ്പോഴും ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ അട്രാക്ഷനെ ഭേദിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഇലക്ട്രോണിനെ ആ ഷെല്ലിൽ നിന്ന് പുറത്താക്കാൻ ആവശ്യമായ എനർജി എത്രയാണോ ആ എനർജിക്ക് പറയുന്ന പേരാണ് അയോണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ ന്യൂക്ലിയസിൻ്റെ ആകർഷണ വലയം ഭേദിച്ചുകൊണ്ട് പുറത്താക്കാൻ ആവശ്യമായ എനർജി. Amount of energy required to remove the most loosely bonded electron from an isolated gaseous atom. From an isolated gaseous atom. അതിന് പറയുന്ന പേരാണ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ ലിഥിയം എന്ത് ചെയ്തെന്ന് അറിയോ? ഒരു ഇലക്ട്രോൺ വിട്ട് കൊടുത്തിട്ട് Li പ്ലസ് ആയിട്ട് മാറും, Li പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ ഒരു ഇലക്ട്രോൺ വിട്ട് കൊടുത്തു. അപ്പോൾ അവിടെ ഡെൽറ്റ IH എന്ന് പറയുന്നത് 520 കിലോ ജൂൾ പെർ മോളാണ്. 520 കിലോ ജൂൾ പെർ മോളാണ്. നമുക്കറിയാം അയോണൈസേഷൻ എൻതാൽപ്പിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ ജൂൾ പെർ മോളാണ് കേട്ടോ, കിലോ ജൂൾ പെർ മോളാണ്. അപ്പോൾ ഇവിടെ ഡെൽറ്റ IH1. ഓക്കെ, ഇനി ലിഥിയത്തിൽ നിന്ന് Li പ്ലസ് അല്ലേ, ഒരു ഇലക്ട്രോൺ വിട്ടു കൊടുത്തല്ലേ, വീണ്ടും ഒരു ഇലക്ട്രോൺ പുറത്താക്കാൻ, അതായത് Li പ്ലസ് എന്തായിട്ട് മാറും? Li2 പ്ലസ് ആയിട്ട് മാറും, പ്ലസ് ഒരു ഇലക്ട്രോൺ. അപ്പോൾ അവിടെ ഡെൽറ്റ IH2 എന്ന് പറയുന്നത് 7928 കിലോ ജൂൾ പെർ മോൾ. അപ്പോൾ ശരി കേട്ടോ, ആദ്യം ഒരു ഇലക്ട്രോണിനെ പുറത്താക്കാൻ ആവശ്യമായ എനർജിയാണ് ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. ഇനി അതേ ആറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ അയോൺസിൽ നിന്ന്, യൂണിപോസിറ്റീവ് അയോൺസിൽ നിന്ന് വീണ്ടും ഒരു ഇലക്ട്രോണിനെ പുറത്താക്കാൻ ആവശ്യമായ എനർജിയെ പറയുന്ന പേരാണ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എപ്പോഴും ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയെക്കാട്ടിലും കൂടുതലായിരിക്കും ഉണ്ടാവുക. ഇനി മൂന്നാമതും ആ അയോൺസിൽ നിന്ന് മൂന്നാമതും ഒരു ഇലക്ട്രോൺസിനെ പുറത്താക്കാൻ ആവശ്യമായ എനർജിക്ക് പറയുന്ന പേരാണ് തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി ആകുമ്പോൾ വീണ്ടും കൂടും. ഇപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ, ആദ്യം ഒരു ഇലക്ട്രോണെ പുറത്താക്കി, ലിഥിയത്തിൻ്റെ കേസിൽ ഒരു ഇലക്ട്രോണെ പുറത്താക്കിയപ്പോൾ Li പ്ലസ് ആയിട്ട് മാറി. അപ്പോൾ ഈ 2 ഇലക്ട്രോൺ മാത്രമേ പിന്നെ ഉള്ളൂ. അപ്പോൾ ഈ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും? ന്യൂക്ലിയസിലോട്ട് നന്നായിട്ട് അട്രാക്ട് ചെയ്യും.
അപ്പോൾ ഈ അട്രാക്ഷൻ ബേസിച്ചുകൊണ്ട് വീണ്ടും ഈ ഇലക്ട്രോൺ പുറത്താക്കണമെങ്കിൽ ആദ്യം കൊടുത്ത എനർജി കൊടുത്താൽ പോരാ, അതിൻ്റെ 10 മടങ്ങ് എനർജി കൊടുത്താലേ അവിടെ ഇലക്ട്രോൺ പുറത്താക്കാൻ കഴിയുള്ളൂ. അപ്പോൾ രണ്ടാമത് ഒരു ഇലക്ട്രോൺ പുറത്താക്കാൻ ആവശ്യമായ എനർജിക്ക് പറയുന്ന പേരാണ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇനി ലിഥിയത്തിൻ്റെ കേസ് തന്നെ എടുക്കുക. ഇനി ഒരു ഇലക്ട്രോൺ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ മുഴുവൻ അട്രാക്ഷനും ഒരു ഇലക്ട്രോണിന് മാത്രമാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺ ഇതിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ രണ്ടാമത് കൊടുത്ത എനർജിയും പോരാ, ഹൈ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടി വരും. അപ്പോൾ തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി സെക്കൻഡിനെക്കാട്ടിലും ഫസ്റ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ IH3 ഗ്രേറ്റർ ദാൻ ഡെൽറ്റ IH2 ഗ്രേറ്റർ ദാൻ ഡെൽറ്റ IH1. ഓക്കെ, ഇതാണ് അയണൈസേഷൻ എൻതാൽപ്പിൻ്റെ ഓർഡർ. അപ്പോൾ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ആയിരിക്കും ഏറ്റവും കുറവ്, രണ്ടാമത് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ആയിരിക്കും ഏറ്റവും കുറവ്, പിന്നെ തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ ബാഹ്യതമ സെല്ലുള്ള ഔട്ടർമോസ്റ്റ് സെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ ന്യൂക്ലിയസിൻ്റെ ആകർഷണ വലയം ഭേദിച്ചുകൊണ്ട് പുറത്താക്കാൻ ആവശ്യമായ എനർജി എത്രയാണ്, ആ എനർജിക്ക് പറയുന്ന പേരാണ് അയണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി. ഇനി എന്തിനാണ് അങ്ങനെ ഇലക്ട്രോണുകൾ പുറത്താക്കുന്നത്? അത് ചിലപ്പോൾ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റു ആറ്റവുമായിട്ട് ബോണ്ട് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഇലക്ട്രോണെ വിട്ടുകൊടുക്കും, ചിലപ്പോൾ ഇങ്ങോട്ട് സ്വീകരിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് പറയുന്ന പേരാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് കേട്ടോ. ഔട്ടർമോസ്റ്റ് സെല്ലിൽ ഒരു ഇലക്ട്രോണിനെ പുറത്താക്കാൻ ആവശ്യമായ എനർജി, എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദി മോസ്റ്റ് ലൂസ്ലി ബോണ്ടഡ് ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം. അതിൻ്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ മോളാണ് കേട്ടോ, കിലോ ജൂൾ പെർ മോളാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനും കൊണ്ട് പറയാം, ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദി മോസ്റ്റ് ലൂസ്ലി ബോണ്ടഡ് ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം. ഓക്കെ, അപ്പോൾ ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട എന്നർത്ഥം. ഒറ്റപ്പെട്ട ഇലക്ട്രോണിനെ, ഒരു ഗ്യാഷ്യസ് ആറ്റത്തിലുള്ള ഒറ്റപ്പെട്ട ഇലക്ട്രോൺ, ഏറ്റവും ദുർബലമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ട ഇലക്ട്രോൺ എന്ത് ചെയ്യുക, പുറത്താക്കാൻ ആവശ്യമായ എനർജി എത്രയാണ്, അതിന് പറയുന്ന പേരാണ് അയണൈസേഷൻ എൻതാൽപ്പി. അതിൻ്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ മോളാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയണൈസേഷൻ എൻതാൽപ്പി കേട്ടോ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയണൈസേഷൻ എൻതാൽപ്പി. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയണൈസേഷൻ എൻതാൽപ്പി കേട്ടോ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയണൈസേഷൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പിയെ അഫക്റ്റ് ചെയ്യുന്ന, ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകൾ ഏതൊക്കെയെന്നാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് പ്രധാനമായിട്ട് അതിൽ പഠിക്കാനുള്ളത് ഒന്ന് ആറ്റോമിക് സൈസ്, ആറ്റോമിക് സൈസ്. രണ്ട് ന്യൂക്ലിയർ ചാർജ്. ഒന്ന് ആറ്റോമിക് സൈസ്, രണ്ട് ന്യൂക്ലിയർ ചാർജ്, മൂന്ന് ഷീൽഡിംഗ് എഫക്റ്റ്. ഏറ്റവും അവസാനത്താണ് പ്രസൻസ് ഓഫ് ഹാഫ് ഫിൽഡ് or completely filled orbit. ഇത്രയാണ് അയണൈസേഷൻ എൻതാൽപ്പിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം കേട്ടോ. ഒന്നാമത്തെ ഫാക്ടർ ആറ്റോമിക് സൈസ്, ആറ്റത്തിൻ്റെ വലിപ്പമാണ്. രണ്ട് ന്യൂക്ലിയസിൻ്റെ ചാർജ്. മൂന്ന് ഷീൽഡിംഗ് എഫക്റ്റ്, അതിൻ്റെ വേറൊരു പേരാണ് സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. സ്ക്രീനിങ് എഫക്റ്റ്, സ്ക്രീനിങ് എഫക്റ്റ്. നെക്സ്റ്റ് ആണ് പ്രസൻസ് ഓഫ് ഹാഫ് ഫിൽഡ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽ. പ്രസൻസ് ഓഫ് ഹാഫ് ഫിൽഡ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽ. ഇനി എങ്ങനെയാണത് ഈ 4 ഫാക്ടറും ഡിപ്പെൻഡ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. ശരിക്കും ഒന്നാമത്തത് ആറ്റോമിക് സൈസ്. ശരിക്കും ആറ്റോമിക് സൈസ് കൂടിയാൽ അയണൈസേഷൻ എൻതാൽപ്പി കുറയും. ആറ്റത്തിൻ്റെ സൈസ് കൂടിയാൽ എന്ത് ചെയ്യുന്നറിയോ, അയണൈസേഷൻ എൻതാൽപ്പി കുറയും. എന്താ കാരണം? ആറ്റത്തിൻ്റെ സൈസ് കൂടിയാൽ ഷെല്ലുകളുടെ എണ്ണം കൂടും. ഷെല്ലുകളുടെ എണ്ണം കൂടിയാൽ എന്താ സംഭവിക്കുക? ന്യൂക്ലിയസിൽ നിന്ന് എത്രത്തോളം അകലുന്നോ അത്രത്തോളം എന്ത് ചെയ്യും? അട്രാക്ഷൻ കുറയും. അട്രാക്ഷൻ കുറഞ്ഞാൽ ആ ഇലക്ട്രോണെ പുറത്താക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യാണ്? കുറയാണ് ചെയ്യുക കേട്ടോ. ആറ്റത്തിൻ്റെ സൈസ് കൂടിയാൽ അയണൈസേഷൻ എൻതാൽപ്പി കുറയും. അപ്പോൾ ആറ്റമിക് സൈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അയണൈസേഷൻ എൻതാൽപ്പി. ആറ്റത്തിൻ്റെ വലിപ്പം കൂടിയാൽ ന്യൂക്ലിയസിലോട്ടുള്ള അട്രാക്ഷൻ കുറയും. അതുകൊണ്ട് ഇലക്ട്രോണിനെ പുറത്താക്കാൻ എളുപ്പമാണ്. അതാണ് ആറ്റമിക് സൈസ് എന്ന് പറയുന്നത് കേട്ടോ.
ഇനി രണ്ടാമത്തെ ന്യൂക്ലിയർ ചാർജ് കേട്ടോ. ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂക്ലിയസിന്റെ ചാർജാണ്. ന്യൂക്ലിയസിന്റെ ചാർജ് കൂടിയാൽ ന്യൂക്ലിയസിലോട്ടുള്ള അട്രാക്ഷൻ കൂടും. ന്യൂക്ലിയസിലോട്ടുള്ള അട്രാക്ഷൻ കൂടിയാൽ എന്താ സംഭവിക്കുക? ഇലക്ട്രോണെ പുറത്താക്കാൻ വെരി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ മോർ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അയണൈസേഷൻ എൻതാൽപ്പി കൂടും. അപ്പോൾ ആറ്റത്തിന്റെ സൈസ് കൂടിയാൽ അയണൈസേഷൻ എൻതാൽപ്പി കുറയും. ന്യൂക്ലിയസിന്റെ ചാർജ് കൂടിയാൽ അയണൈസേഷൻ എൻതാൽപ്പി കൂടും. ഇനി മൂന്നാമത് ഷീൽഡിംഗ് എഫക്റ്റ് ഓർ സ്ക്രീനിങ് എഫക്റ്റ് കേട്ടോ. ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കട്ടോ. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ്, ഇത് ഫസ്റ്റ് ഷെല്ല്, ഇത് രണ്ടാമത്തെ ഷെല്ല്, ഇത് മൂന്നാമത്തെ ഷെല്ല്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രോണുകളുണ്ട്. ഇവിടെ 8 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 8 ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസിലോട്ട് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ളത് ഈ ഫസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളായിരിക്കും. രണ്ടാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളായിരിക്കും പിന്നെ അട്രാക്ഷൻ കൂടുതലുണ്ടാവുക. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും അട്രാക്ഷൻ കുറയാണ് ചെയ്യുക. അട്രാക്ഷൻ കുറയുമ്പോൾ ഇലക്ട്രോണ് പുറത്താക്കാൻ എളുപ്പമാണ്. അയണൈസേഷൻ എൻതാൽപ്പി കൂടും. അതായത് സൈസ് കൂടിയാൽ അയണൈസേഷൻ എൻതാൽപ്പി കുറയുന്നു എന്നാണ് അർത്ഥം. ഇനി ശ്രദ്ധിക്കട്ടോ, ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തടുത്ത് വെക്കുക എന്നർത്ഥം. അതായത് ഈ അവസാനത്തെ ഷെല്ലുള്ള ഇലക്ട്രോണുകളെ എന്ത് ചെയ്യുന്നറിയോ? അവസാനത്തെ ഷെല്ല് എന്ന് പറഞ്ഞാൽ ഈ ഷെല്ലല്ലേ, ഈ ഷെല്ലുള്ള ഇലക്ട്രോണുകളെ അതിൻ്റെ തൊട്ട് മുന്നേയുള്ള ഷെല്ലുള്ള ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നറിയോ? തടഞ്ഞു നിർത്തും. അതായത് ന്യൂക്ലിയസിലോട്ട് വരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞു നിർത്തും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഷീൽഡിംഗ് എഫക്റ്റ് ഓർ സ്ക്രീനിങ് എഫക്റ്റ്. തടഞ്ഞു നിർത്തുക എന്നർത്ഥം. എന്തിനാ? അപ്പോൾ തടഞ്ഞു നിർത്തിയാൽ ഈ ഇലക്ട്രോണിന് കിട്ടേണ്ട അട്രാക്ഷൻ കൂടെ ആർക്ക് കിട്ടും? ഈ ഇലക്ട്രോണുകൾക്ക് കിട്ടും. അതുകൊണ്ട് പുറമേയുള്ള ഷെല്ലിൽ ഇലക്ട്രോണുകളെ അതിൻ്റെ തൊട്ട് മുന്നത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? ന്യൂക്ലിയസിലോട്ട് വരല്ലേ എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു നിർത്തും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ സംഭവിക്കും. ഈ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾക്കായിരിക്കും ന്യൂക്ലിയസിലോട്ട് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഈ ഷെല്ലിനായിരിക്കും, പിന്നെ ഈ ഷെല്ലിന്. ഓക്കെ, അപ്പോൾ ഈ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ തടഞ്ഞു വെക്കും. ഈ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞു നിർത്തും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഷീൽഡിംഗ് എഫക്റ്റ് ഓർ സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷീൽഡിംഗ് എഫക്റ്റ് കൂടിയാൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് ഇപ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ? എന്താണ് പറഞ്ഞേ? ഷീൽഡിംഗ് എഫക്റ്റ് കൂടിയാൽ അയണൈസേഷൻ എൻതാൽപ്പി കുറയാണ് ചെയ്യുക. എന്താ കാരണം? ഷീൽഡിംഗ് എഫക്റ്റ് കൂടിയാൽ ന്യൂക്ലിയസിലോട്ടുള്ള അട്രാക്ഷൻ കുറയും. അട്രാക്ഷൻ കുറഞ്ഞാലോ ഇലക്ട്രോണെ പുറത്താക്കാൻ വളരെ ഈസിയാണ്. ഓക്കെ, അതുകൊണ്ട് അവിടെ അയണൈസേഷൻ എൻതാൽപ്പി കുറയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അയണൈസേഷൻ എൻതാൽപ്പി. ഇനി ഏറ്റവും അവസാനത്താണ് പ്രസൻസ് ഓഫ് ഹാഫ് ഫിൽഡ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽ. നമുക്കറിയാം, ഹാഫ് ഫിൽഡ് ഓർബിറ്റലോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റലോ ആണെങ്കിൽ അത്തരം സെല്ലുകൾക്ക് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുന്നേ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സ്റ്റെബിലിറ്റി കൂടുന്ന ഓക്കെ, ഹാഫ് ഫിൽഡ് ഓർബിറ്റലോ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റലോ ആണെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റെബിലിറ്റി കൂടുകയാണ് ചെയ്യുക. അപ്പോൾ സ്റ്റെബിലിറ്റി കൂടുമ്പോൾ, സ്ഥിരത കൂടുമ്പോൾ നമുക്കറിയാം ആ അറ്റത്തിൽ നിന്ന് ഇലക്ട്രോണെ പുറത്താക്കാൻ വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ സ്റ്റെബിലിറ്റി കൂടിയാൽ എന്ത് കൂടും? അയണൈസേഷൻ എൻതാൽപ്പി കൂടും. എന്താ കാരണം? സ്റ്റേബിളായ ഒരു ആറ്റത്തിൽ ഇലക്ട്രോണെ പുറത്താക്കണമെങ്കിൽ ഹൈ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കണം. ഓക്കെ, അതുകൊണ്ട് അവിടെ അയണൈസേഷൻ എൻതാൽപ്പി കൂടാണ് ചെയ്യുക കേട്ടോ. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു അയണൈസേഷൻ എൻതാൽപ്പി. പ്രസൻസ് ഓഫ് ഹാഫ് ഫിൽഡ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു അയണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ ഹാഫ് ഫിൽഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാം. ഇപ്പോൾ നൈട്രജൻ്റെ ആറ്റോമിക് നമ്പർ 7 ആണ് അല്ലേ? നമുക്കറിയാം അതിൻ്റെ കോൺഫിഗറേഷൻ ഇങ്ങനെ ചെയ്താൽ 1s2 2s2 2p3 അല്ലെ? ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എസ്സിൽ 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ, 2s-ൽ 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ, പി ഓർബിറ്റലിൽ 6 ഇലക്ട്രോണേ കൊള്ളൂ. അപ്പോൾ 3 സബ് ഷെൽ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഓരോ ഇലക്ട്രോണെ കൊടുക്കണം. ഹൺസ് റൂൾ പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഹാഫ് ഫിൽഡാണ്. പകുതി മാത്രം നിറഞ്ഞതാണ്. കാരണം 6 കൊള്ളും, പക്ഷേ ഇവിടെ എത്രയേ ഉള്ളൂ? 3 ഉള്ളൂ. അതിനെയാണ് ഹാഫ് ഫിൽഡ് എന്ന് പറയാം കേട്ടോ. ഇനി കംപ്ലീറ്റ്ലി ഫിൽഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ ബെറിലിയം ആറ്റോമിക് നമ്പർ 4 ആണ് അല്ലേ? അതിൻ്റെ കോൺഫിഗറേഷൻ ഇങ്ങനെ വരിക 1s2 2s2. അപ്പോൾ നമുക്കറിയാം 2s-ൽ 2 ഇലക്ട്രോണൊക്കെ ഉള്ളൂ, അത് ഫില്ലാണ്. ഇവിടെയും എസ് സബ്ഷെല്ലുള്ള 2 ഇലക്ട്രോൺ, അത് ഫില്ലാണ്. അപ്പോൾ ഫുള്ളി നിറഞ്ഞത്, ഓർബിറ്റൽ ഫില്ലാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽ. അതുപോലെ ഓർബിറ്റൽ പകുതി മാത്രം നിറഞ്ഞതാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഹാഫ് ഫിൽഡ് എന്ന് പറയുന്നത്. ഈ 2 സ്റ്റേറ്റിലും
ആറ്റം സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിനെ പുറത്താക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ എന്ത് കൂടും? അയണൈസേഷൻ എൻതാൽപ്പി കൂടും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയണൈസേഷൻ എൻതാൽപ്പി എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കണം. 1 ആറ്റോമിക് സൈസ്, 2 ന്യൂക്ലിയർ ചാർജ്, 3 ഷീൽഡിംഗ് എഫക്റ്റ് ഓർ സ്ക്രീനിങ് എഫക്റ്റ്, ഏറ്റവും ലാസ്റ്റ് വൺ പ്രസൻസ് ഓഫ് ഹാഫ് ഫിൽഡ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റ്. ഓക്കെ, അപ്പോൾ ആറ്റോമിക് സൈസ് കൂടിയാൽ അയണൈസേഷൻ എൻതാൽപ്പി കുറയും, ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ അയണൈസേഷൻ എൻതാൽപ്പി കൂടും, സ്ക്രീനിങ് എഫക്റ്റ് കൂടിയാൽ അയണൈസേഷൻ എൻതാൽപ്പി കുറയും, ഏറ്റവും അവസാനം പ്രസൻസ് ഓഫ് ഹാഫ് ഫിൽഡ് ഓർബിറ്റലോ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റലോ ആണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി കൂടാണ് ചെയ്യുക. ഓക്കെ.